ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കത്തിരിക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അത് ബ്രിഞ്ചാൾ എന്ന് പറയും. വയലറ്റ് കത്തിരിക്ക വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കത്തിരിക്കയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ പകുതി ഭാഗം നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. കനം കുറച്ച് മതിയാവും, ഒരുപാട് കനം കൂട്ടിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. എരിവിനാവശ്യത്തിലുള്ള മുളക് പൊടി ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, കൈ കൊണ്ട് ഇളക്കി തിരുമ്മി നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇത് വഴറ്റാൻ ആവശ്യത്തിനുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേണ്ടത് പച്ചമുളക്. നമുക്ക് ഇവിടെല്ലാം ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 2 സവാള, പിന്നെ ഒരു 4 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യത്തിനുള്ള 5-6 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും എടുത്തിട്ടുണ്ട്. നമ്മളിത് തേങ്ങ ചേർക്കാതെയും ഇങ്ങനെ കറി ഉണ്ടാക്കാം. ഞാനിത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പും ഒക്കെ കിട്ടുകയും ചെയ്യും. പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന കത്തിരിക്കയുടെ പീസസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് അങ്ങ് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണ്ട. അപ്പം ഈ എണ്ണയും അതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ എടുത്തിട്ട് ഇതിലേക്ക് 2 ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ജീരകം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതിയാവും. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവരത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ സവാള, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കത്തിരിക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ഫ്രൈങ് പാനിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കളയാതെ അതിൻ്റെ എണ്ണയും മസാലയെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് തീ കുറച്ച് സിമ്മിലിട്ടതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കറിക്ക് അപ്പോൾ നമ്മൾ ഉണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടും കൂടെ ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിനി തൈര് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് താളിച്ച് ചേർക്കണം. ഇവിടെ വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഞാൻ താളിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പം എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കത്തിരിക്ക കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.